പ്രായമൊന്നും തടസ്സമാകാതെ നൃത്തം ജീവിതത്തിന്റെ ഭാഗമാക്കി കാസർഗോഡ് ചായോത്തെ വീട്ടമ്മമാരെ നമുക്ക് പരിചയപ്പെടാം. പൂനെയിലെ ഭാരത് ഉത്സവ വേദിയിൽ അവതരണത്തിന് അവസരം ലഭിച്ചതിന്റെ ഒരു ആവേശത്തിലാണ് ഇവർ. നാട്യാഞ്ജലി എന്ന പേരിൽ അറിയപ്പെടുന്ന നൃത്ത സംഘം ഇപ്പോൾ നാട്ടിലെ പരിപാടികളിലും സജീവ സാന്നിധ്യമാണ്. വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള നർത്തകർ ചുവടുവെക്കുന്ന ഭാരത് ഉത്സവിലെ ഈ വേദി ചായോം സ്റ്റേഷൻ വളപ്പിലെ വീട്ടമ്മമാർക്ക് മറക്കാനാകാത്ത അനുഭവമാണ് സമ്മാനിച്ചത്. അയൽവാസികളായ വീട്ടമ്മമാർ ഡാൻസ് ചെയ്യാനുള്ള ആഗ്രഹം ഉള്ളിലൊതുക്കാതെ പരസ്പരം പങ്കുവച്ചതോടെയാണ് ഇവർക്കായി അവസരങ്ങൾ തുറന്നു കിട്ടുന്നത്. നൃത്തത്തിൽ ശാസ്ത്രീയ പരിശീലനം നേടാത്ത ഇവർ വീഡിയോസ് കണ്ട് സ്വയം പഠിച്ചെടുത്തു. ടീമിന് നല്ലൊരു പേരുമിട്ടു, നാട്യാഞ്ജലി. ആദ്യം ഒരു തിരുവാതിരയിൽ തുടങ്ങിയതാണ്. കഴിഞ്ഞ വർഷം സെമി ക്ലാസിക്കൽ ഫ്യൂഷൻ ഡാൻസ് ഒന്ന് പഠിച്ചു. ഇതിപ്പം ഫസ്റ്റ് നമ്മൾ നീലേശ്വരം ഒന്ന് അവതരിപ്പിച്ചു. ഈ തെയ്യത്തിൻ്റെ ഡാൻസ്, നമ്മൾ പൂനെ പോയ ഡാൻസ്. സ്കൂൾ പഠനകാലത്ത് വേദിയിൽ കയറിയിട്ടുണ്ട് പലരും. അമ്മയും മകളും മരുമകളും കൂട്ടത്തിലുണ്ട്. ടീച്ചർ, ഡോക്ടർ, ഫാർമസിസ്റ്റ് തുടങ്ങി പല മേഖലകളിൽ ജോലി ചെയ്യുന്നവരാണ് നാട്യാഞ്ജലിയിലുള്ളത്. വീട്ടിലെല്ലാവരും ഹസ്ബൻഡ് നല്ല സപ്പോർട്ടാണ്. ഒരു കുടുംബം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് എങ്ങനെയാണെന്നത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. നമുക്ക് ഒരു ദിവസം കാണാതിരിക്കാൻ വേണ്ടി പറ്റില്ല. അതുപോലെ നല്ല ഒരു ഇതാണ്. ചമയ കലാകാരൻ അനിരുദ്ധ് വഴിയാണ് പൂനെയിലെ നൃത്ത മത്സരത്തിന് അപേക്ഷിക്കുന്നത്. കേരളത്തിൻ്റെ അനുഷ്ഠാന കലാരൂപമായ തെയ്യത്തിൻ്റെ വിവിധ ഭാവങ്ങളെ അരങ്ങിലെത്തിച്ച് പ്രൊഫഷണൽ ഡാൻസ് ട്രൂപ്പുകളോട് കിടപിടിക്കുന്ന മികവോടെയാണ് ഇവർ പൂനെയിലെ കാണികളുടെ ഹൃദയം കവർന്നത്. നൃത്തപഠനം ഒരാഗ്രഹമായി ഉള്ളിൽ കൊണ്ടു നടക്കാതെ ഇപ്പോൾ നാട്യാഞ്ജലി സംഘം ശാസ്ത്രീയമായി നൃത്തം പഠിക്കുന്നുമുണ്ട്. കാസർഗോഡ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.